വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 58-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. സങ്കീർത്തകന്റെ ഉറപ്പാണിത്. നമുക്ക് വേണ്ടി കർത്താവ് വലിയ പ്രതിഫലങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ പുറമായും ഈശോയ്ക്ക് ഭരമേൽപ്പിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വസ്തുതർക്കങ്ങൾ മൂലം വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളും, നമ്മളെ വേദനിപ്പിക്കുന്ന സകല നൊമ്പരങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കാം. സ്വർഗം തുറന്ന് അഭിഷേകത്തിന്റെ അഗ്നിയായി പരിശുദ്ധാത്മാവ് ജനലക്ഷങ്ങളിൽ കത്തിപ്പടരുന്ന സമയം അനേകം രോഗികളെ കർത്താവ് വചനമയച്ച് സുഖപ്പെടുത്തുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളുമായി പരിശുദ്ധാത്മാവിത ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നു. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വലിയ വിശ്വാസത്തോടെ സ്വർഗത്തിലേക്ക് കരമുയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നത്തെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തണമേ, വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം. സകല ഹൃദയഭാരങ്ങളും ഈശോയ്ക്ക് ഏൽപ്പിച്ച് ഹൃദയം തുറന്ന് അതരം തുറന്ന് പാടി സ്തുതിക്കുന്നു. കർത്താവേ പ്രവർത്തിക്കണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടാം. കർത്താവേ പകരുക, അഭിഷേകം പകരുക. 10,000 പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നമ്മളായിരിക്കുന്നിടത്ത് കരമടിച്ച് കരമുയർത്തി പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പകരുക, പകരുക. ഈ ശുശ്രൂഷയിലുടനീളം ആത്മാവിന്റെ സാന്നിധ്യം പകരുക കർത്താവേ. ഇരുവശങ്ങളിൽ കരങ്ങൾ അടിച്ച്. ജോർദാൻ നദിയിൽ അന്ന് പറന്നിറങ്ങിയവോ വരദാനങ്ങളുമായി ആഗതനാകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. 10,000 വചനം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ. ആഗതനാകണമേ, ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ അന്ധതയെല്ലാം
വിശ്വാസത്തിലുറയ്ക്കാൻ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവേ കത്തി പടരണമേ. പാപശക്തികള്, രോഗശക്തികള്, ശാപകെട്ടുകള് അഴിഞ്ഞു മാറട്ടെ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മ നൽകുന്ന ഈ അഭിഷേകം സ്വന്തമാക്കി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. അഭിഷേകത്തിന് കവിഞ്ഞൊഴുക്കിലേക്ക് 10,000 നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക ആധിപത്യങ്ങള്, നാരകീയ ശക്തികള്, നിങ്ങളുടെ സ്വാധീനങ്ങള് അഭിഷേക ശക്തിയാൽ കത്തിച്ചാമ്പലായി പോകട്ടെ. വരിക വരിക പരിശുദ്ധാത്മാവേ, 10,000 നിറയണമേ. ഓരോ കുടുംബത്തെയും വചനത്താൽ കഴുകണമേ. ഓരോ വ്യക്തിയെയും ആത്മാവേ വചനത്തിന് അഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വസ്തുതർക്കത്തിന്റെ പേരിൽ മനസ്സുമടുത്ത് നൊന്തിരിക്കുന്ന അനേകരെ പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ. വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, നീരസത്തിന്റെ, പകയുടെ, പരാതികളുടെ, മുറുമുറുപ്പിന്റെ സകല മുഖങ്ങളെ ഒടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ സമൃദ്ധിയിലേക്ക്, അഭിഷേക സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ കരം പിടിച്ചു നയിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് പകരുന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകുന്ന സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സ്തുതി ആരാധനയിൽ അനേകരുടെ കണ്ണുനീര് തുടച്ച് അവരുടെ ആവശ്യങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. താങ്ക് യു, താങ്ക് യു ലോർഡ്. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവവചനത്താൽ കഴുകപ്പെടുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വസ്തുതർക്കത്തിൽ വിശ്വാസിയുടെ നിലപാട്. വസ്തുതർക്കത്തിൽ വിശ്വാസിയുടെ നിലപാട്. ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് ബന്ധങ്ങളുടെ തകർച്ച. ഇന്നെന്തുമാത്രം കുടുംബങ്ങളെയാണ് പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നത്? വസ്തുതർക്കത്തിൻ്റെ പേരിൽ, പാർട്ടീഷന്റെ പേരിൽ ബന്ധങ്ങൾ മുറിഞ്ഞുപോയ അനേകമായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എന്തൊരു ഊഷ്മളമായ ബന്ധമാണത്. എന്നാൽ സമ്പത്തിൻ്റെ പേരിൽ ഈ ബന്ധം തകർന്നു പോയ അനേകർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഒരുമിച്ച് നന്നായി സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന സഹോദരി സഹോദരങ്ങള് വസ്തുവകകളുടെ പേരും പറഞ്ഞ് അടിയായി ഭിന്നിച്ചു കഴിയുന്ന 100 കണക്കിന് സഹോദരി സഹോദരങ്ങൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനുള്ള ബന്ധത്തിൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 21-ാം തിരുവചനം. തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹമായിരിക്കുകയില്ല. ഈ വചനത്തിലൂടെ നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സമ്പത്ത് അവസാനം അനുഗ്രഹമായിരിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട തിരുവാക്യമാണിത്. ഇന്ന് പലരും താൽക്കാലികമായ നേട്ടങ്ങളും ഉയർച്ചയുമാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വചനം വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. അർഹതപ്പെടാത്ത സമ്പത്ത് വഞ്ചിച്ച് തട്ടിച്ച് നമ്മൾ കൈക്കലാക്കുന്ന സമ്പത്തൊന്നും നമുക്ക് അനുഗ്രഹമായി മാറുകയില്ല.
അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ജീവിതത്തിലൂടെയാണ് ഈ മെസ്സേജ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 7-ാം വചനം. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാന്യരും പെരിസ്യരും ആ നാട്ടിൽ പാർത്തിരുന്നു. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാന്യരും പെരിസ്യരും ആ നാട്ടിൽ പാർത്തിരുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം ഇതുപോലെ എഴുതി വെച്ചത്? ദൈവമക്കൾ കലഹിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, വസ്തുവകകൾക്ക് വേണ്ടി ദൈവമക്കൾ ശണ്ട കൂടുന്നത്, ഭിന്നിച്ചു കഴിയുന്നത് ലോകം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അബ്രഹാമിനെ ലോത്തിൻ്റെയും ഇടയന്മാർ കലഹിച്ചത് കാനാന്യരും പെരിസ്യരും ശ്രദ്ധിക്കുകയാണ്. 8-ാം വചനത്തിലോട്ട് വരാം. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. കർത്താവ് സമ്പത്തായി മാറിയവന്റെ ജീവിതമാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നത്. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. സമ്പത്തിന്റെ പേര് പറഞ്ഞ്, ഭൗതിക വസ്തുക്കളുടെ പേര് പറഞ്ഞ്, വസ്തുവകളുടെ പേര് പറഞ്ഞ് മോനെ നമ്മൾ കലഹിക്കരുത്, കാരണം വി ആർ ബ്രദേഴ്സ്, നമ്മൾ സഹോദരന്മാരാണ്. ഇന്ന് ശമ്പളത്തിന്റെ പേരിൽ എന്തുമാത്രം ഭാര്യ ഭർത്താക്കന്മാരാണ് അടിപിടി കൂടുന്നത്. നിന്റെ സാലറി എൻ്റെ സാലറി. പാർട്ടീഷന്റെ പേരിൽ അവന് കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ കൊടുത്തു, ഞാനാണ് അധ്വാനിച്ചത്, എനിക്കൊന്നും തന്നില്ല, എല്ലാവരും കൂടെ എന്നെ പുറത്താക്കി എന്നൊക്കെ പരിതപിച്ച് വേദനിച്ച് കഴിയുന്ന അനേകം ജീവിതങ്ങൾ ഇന്ന് ലോകത്തിന് പലപ്പോഴും എന്താ കാണാൻ കഴിയുന്നത്? ഇന്നത്തെ ആധുനിക വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ലോകം ഇന്ന് കാണുന്നതും കേൾക്കുന്നത് എന്താണ്? ദൈവമക്കൾ തമ്മിലുള്ള കലഹങ്ങളാണ്. വസ്തുവകളുടെ പേരിൽ ഇന്ന് പല സഭാ സമൂഹങ്ങൾ തമ്മിൽ പോലും ശണ്ട കൂടുന്നു, മത്സരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ എതിർസാക്ഷ്യമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മൾ ആര് തന്നെയാണെങ്കിലും, നമ്മുടെ ഭാഗത്ത് 100% നീതിയുണ്ടെങ്കിലും ഈ വചനപ്രകാരം ഞാൻ എൻ്റെ കുടുംബത്തോട് പങ്കുവെക്കുകയാണ്. പരസ്പരം വിട്ടുകൊടുക്കുവാനും ക്ഷമിക്കുവാനും നമുക്ക് കഴിയണം. ഇനി ഞാൻ മൂലം എൻ്റെ ഭവനത്തിൽ സമ്പത്തിൻ്റെ പേര് പറഞ്ഞ്, പാർട്ടീഷൻ്റെ പേര് പറഞ്ഞ് ഇനിയൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ സമർപ്പണമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? കർത്താവിന് അറിയേണ്ടത് നമ്മുടെ തീരുമാനമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം. 9-ാമത്തെ വചനം. 10,000 ഏക്കർ തൻ്റെ മുൻപിൽ കിടക്കുകയാണ്. അബ്രഹാം ലോത്തിനോട് പറയുന്ന മനോഹരമായ ചില വാക്യങ്ങളുണ്ട്. ലോത്തേ, നീ എന്നെ പിരിഞ്ഞു പോവുക. മകനെ, നിനക്ക് ഇടതുഭാഗത്തെ സ്ഥലമാണ് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. നിനക്ക് വലതുഭാഗമാണോ വേണ്ടത്, ഞാൻ ഇടതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. തെരഞ്ഞെടുക്കുവാനുള്ള തൻ്റെ അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഇത് വലിയൊരു സമർപ്പണമാണ്. ആത്മനിറവുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇത് സാധിക്കൂ. ഇന്ന് അരസന്റെ സ്ഥലത്തിന് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സഹോദരന്മാർ തമ്മിൽ പരസ്പരം കടിപിടി കൂടുകയാണ്. തെരുവ് നായ്ക്കളെ പോലെ കടിപിടി കൂടി എന്തിന് കൊലപാതകത്തിൽ വരെ എത്തിയ ചില അനുഭവങ്ങൾ നമുക്കറിയാം. വസ്തുതർക്കത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് അബ്രഹാം നമ്മെ പഠിപ്പിക്കുകയാണ്. തെരഞ്ഞെടുക്കുവാനുള്ള തൻ്റെ അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുത്തു. അബ്രഹാം ഒരു പൊട്ടനായതുകൊണ്ടല്ല, അവന് വിവരമില്ലാത്തത് കൊണ്ടല്ല, കർത്താവ് സമ്പത്തായി മാറിയവനായിരുന്നു അബ്രഹാം. ഈ അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുത്തപ്പോൾ ലോത്ത് എന്താ ചെയ്തത്?
ജോർദാൻ സമതലം നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെന്ന് ലോത്ത് കാണുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 11-ാമത്തെ തിരുവാക്യം. ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു. 10,000-കണക്കിന് ഏക്കർ കണ്ണെത്താ ദൂരത്തുള്ള ആ ഫലഭൂഷ്ടമായ ഭൂമി ലോത്ത് കൈക്കലാക്കുകയാണ്. അബ്രഹാം അതെല്ലാം വിട്ടുകൊടുക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ ഒരു നിലപാടാണ് നമുക്ക് വേണ്ടത്. ഇത് പറയാനും പ്രസംഗിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് വേദനിക്കും, നഷ്ടങ്ങൾ വരും. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ നഷ്ടങ്ങളാണ് വലിയ ലാഭങ്ങളാക്കി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മാറ്റുന്നത്. വസ്തുതർക്കത്തിന്റെ പേരിൽ കേസ് കൊടുത്തവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? അതിനെ പ്രതി ശണ്ട കൂടി കലഹിച്ച് കഴിയുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ സ്വരമാണ്. പൂർണ്ണമായും എളിമപ്പെടുക, പൂർണ്ണമായും ക്ഷമിക്കാൻ തയ്യാറാവുക. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസിലെ വിശ്വാസികളോട് പറയുന്നുണ്ട്, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ലോകത്തെ വിധിക്കേണ്ടവരായ നിങ്ങൾ നിസ്സാര കാര്യങ്ങളിൽ നിങ്ങളെ തന്നെ വിധിക്കാത്തത് എന്തുകൊണ്ട്? വീണ്ടും 6-ാം വചനത്തിൽ ശ്ലീഹ പറയുകയാണ്, സഹോദരനെതിരായി ന്യായാസനത്തെ സമീപിക്കുന്നു. സഹോദരൻ തൻ്റെ തന്നെ സഹോദരനെതിരായി കോടതിയെ സമീപിക്കുന്നു, പോലീസിനെ സമീപിക്കുന്നു, കേസ് കൊടുക്കുന്നു, കയ്യാങ്കളികൾ നടത്തുന്നു. 7-ാം വചനത്തിൽ അപ്പോസ്തലൻ വീണ്ടും വിശ്വാസികളോട് പറയാ, നിങ്ങളിടയിലുള്ള ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ തന്നെ പരാജയമല്ലേ? ഇന്ന് ദൈവമക്കളിടയിലുള്ള ഭിന്നത, ദൈവജനത്തിനിടയിലുള്ള കലഹങ്ങൾ, വസ്തുതർക്കത്തിൻ്റെ പേരിലുള്ള നീരസങ്ങളെല്ലാം നമ്മുടെ വലിയ പരാജയമാണ്. സഭയുടെ പരാജയമാണിത്, കുടുംബങ്ങളുടെ പരാജയമാണിത്. ശ്ലീഹ പറയാ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ദ്രോഹം ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ദ്രോഹം ക്ഷമിച്ചുകൂടാ? നമ്മുടെ സഹോദരൻ നമുക്ക് അർഹതപ്പെട്ടത് ചിലപ്പോൾ തട്ടിയെടുത്തിട്ടുണ്ടായിരിക്കും, അർഹതപ്പെട്ടത് നമുക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം. ഇത് 100% ശരിയാണെന്ന്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നിരുപാധികം എളിമപ്പെട്ട് നമുക്ക് ഈ ദ്രോഹം ക്ഷമിച്ചുകൂടെ? നമുക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടത് കർത്താവ് നൽകും, കർത്താവ് നൽകും. അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യമാണിത്. നമുക്ക് വചനത്തിലോട്ട് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 14-ാം തിരുവചനം. അബ്രഹാമിന് കിട്ടിയത് വെറും തരിശു ഭൂമികള്, പാറക്കെട്ടുകള്, വെള്ളം പോലും ഇല്ലാത്ത പാഴ്നിലമാണ് അബ്രഹാമിന് ലഭിച്ചത്. ഈ തരിശു ഭൂമി തൻ്റെ കയ്യിൽ വന്നപ്പോൾ അബ്രഹാം പറഞ്ഞില്ല, എടാ മോനെ ലോത്തെ, ഞാനൊരു വെറും വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് നീ എന്നോട് തന്നെ ഇത് ചെയ്തുവല്ലേ എന്ന് പറഞ്ഞ് അബ്രഹാം ലോത്തിന് നേരെ ശബ്ദമുയർത്തുന്നത് തിരുവചനത്തിൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ശബ്ദമുയർത്തിയിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും അബ്രഹാമിൻ്റെ പേര് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ എഴുതില്ലായിരുന്നു. അബ്രഹാം ആ ദ്രോഹം ക്ഷമിക്കുകയാണ്. ലോത്ത് തന്നോട് കാണിച്ച വഞ്ചന, ലോത്ത് തന്നോട് കാണിച്ച ദ്രോഹം പരിപൂർണമായും അബ്രഹാം ക്ഷമിക്കുകയാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ദ്രോഹം ക്ഷമിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് വഞ്ചന സഹിച്ചുകൂടാ? യാതൊരു പിറുപിറുപ്പുമില്ലാതെ, പരാതിയുമില്ലാതെ, നിരുപാധികം അബ്രഹാം ക്ഷമിക്കാൻ തയ്യാറായി. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ചില കാര്യങ്ങളിൽ നിശബ്ദരാകുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവ് നിശബ്ദനാകും. ഒരിക്കൽ ഈ ദൂത് ഇന്ത്യക്ക് പുറത്തുള്ളൊരു വിദേശ രാജ്യത്ത് ശുശ്രൂഷയ്ക്കായി ചെന്നപ്പോൾ ഞാനിത് പങ്കുവെച്ചു. ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു സഹോദരൻ ഹൃദയനുറുക്കത്തോടെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, ഞാൻ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. എല്ലുമുറയെ പണിത് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കുറച്ച് സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് നാട്ടിൽ ഒരു ഹൈവേയുടെ അടുത്ത് 1.5 ഏക്കർ സ്ഥലം ഞാൻ ലോണൊക്കെ എടുത്ത് കുറച്ച് പൈസയൊക്കെ ഞാൻ സംഘടിപ്പിച്ച് ഞാൻ ആ സ്ഥലം വാങ്ങി.
നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ചാച്ചൻ എന്നോട് പറഞ്ഞു, മോനെ, നീ വാങ്ങിയിരിക്കുന്ന ഈ 1.5 ഏക്കർ സ്ഥലം എനിക്കും നിന്റെ സഹോദരങ്ങൾക്കായി നിനക്ക് തന്നുകൂടെ? തറവാടിരിക്കുന്ന വീടും സ്ഥലവും ഞങ്ങൾ നിനക്ക് തരാം. ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ ചാച്ച എന്തിന് എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? ചാച്ചൻ എടുത്തു, ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞ് 6 കോടി രൂപയോളം വില വരുന്ന ഹൈവേയുടെ അടുത്തുള്ള 1.5 ഏക്കർ സ്ഥലം യാതൊരു മടിയും കൂടാതെ ഈ സഹോദരൻ തൻ്റെ പ്രിയപ്പെട്ട ചാച്ചനും സഹോദരങ്ങൾക്കുമായി എഴുതി കൊടുത്തു. ഇത്രമാത്രം വിലപിടിപ്പുള്ള ഈ സ്ഥലം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചാച്ചനും സഹോദരന്മാരും ഇദ്ദേഹത്തെ മറന്നുപോയി. തറവാട് വീടും സ്ഥലവും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തത്. തറവാട് വീട് പോയിട്ട് 1 സെന്റ് സ്ഥലം പോലും ഈ സഹോദരന് കൊടുക്കാതെ ഈ അപ്പനും മറ്റ് സഹോദരങ്ങളും ഈ മനുഷ്യനെ വഞ്ചിച്ചു. ഈ വേദനയിൽ ഈ മനുഷ്യനാകെ തകർന്നുപോയി. ഇതുപോലെ സ്നേഹിച്ച തൻ്റെ ചാച്ചൻ, ഇതുപോലെ സ്നേഹിച്ച തൻ്റെ സഹോദരന്മാർ എന്നോട് തന്നെ ഈ ചതി ചെയ്തുവല്ലോ എന്ന് ഓർത്ത് ഈ മനുഷ്യനാകെ നുറുങ്ങിപ്പോയി. നാളുകളായിട്ട് ഇദ്ദേഹത്തിന് ഉറക്കമില്ല. ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് സംസാരിച്ചു, നീ നിശബ്ദനാകുമ്പോൾ നിനക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും. നീ സംസാരിക്കുമ്പോൾ കർത്താവ് നിശബ്ദനാകും. അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു, ഇപ്രാവശ്യം ഹോളിഡേക്ക് നാട്ടിൽ വന്നിട്ട് വേണം ഈ വിഷയത്തിനൊരു തീർപ്പ് കൽപ്പിക്കാൻ. എന്തൊക്കെ സംഭവിച്ചാലും ഒരു പരിഹാരമുണ്ടാക്കി അടങ്ങൂ എന്ന് ഈ മനുഷ്യൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഈ മെസ്സേജ് കേട്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്ക്. നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നിയമങ്ങളല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥ നിയമം കർത്താവിൻ്റെ ചങ്കിൽ നിന്നൊഴുകിയ രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതാണ്. കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് നമ്മുടെ നിയമം. എന്തുകൊണ്ട് ഈ ദ്രോഹം ക്ഷമിച്ചുകൂടാ? കർത്താവിനെ പ്രതി 6 കോടി വിട്ടുകളാ സഹോദരനും സഹോദരൻ്റെ തലമുറയ്ക്കും വേണ്ടത് കർത്താവ് നൽകും. ആ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദര, ഞാൻ പൂർണ്ണമായും നിരുപാധികം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നാട്ടിൽ ചെന്ന് ഒരക്ഷരം പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കാനോ കേസ് കൊടുക്കാനോ കോടതിയെ സമീപിക്കാനോ ഞാൻ പോവുകയില്ല. ഞാൻ നിരുപാധികം ഇത് ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹം ഇത് ഏറ്റുപറഞ്ഞ നിമിഷത്തിൽ ശക്തമായൊരു അഭിഷേകം ഞങ്ങളുടെ മേൽ ഒഴുകപ്പെടുകയാണ്. ഞാനൊരു വെറുവാക്ക് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിലും ഇതുപോലെ കർത്താവിനെ പ്രതി ക്ഷമിക്കാൻ തയ്യാറുള്ള ചില ജീവിതങ്ങളുണ്ട്. എൻ്റെ സഹോദര സഹോദരി, കേസിൻ്റെ പുറകെ പോയി നശിച്ചു പോകാതെ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കിക്കൊണ്ട് നിരുപാധികം ക്ഷമിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളാരെയും പറ്റിക്കാൻ പോയില്ലല്ലോ, നമ്മളാരെയും വഞ്ചിക്കാൻ പോയില്ലല്ലോ. ഇതെന്തുമാത്രം ഒരു ആശ്വാസം. നമ്മെ പലരും പറ്റിക്കട്ടെ, നമ്മെ പലരും വഞ്ചിക്കട്ടെ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ഇതെല്ലാം കാണുന്നൊരു കർത്താവുണ്ട്. ഗോഡ് ഈസ് വാച്ചിങ് എവറിത്തിങ്. കർത്താവിൻ്റെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നുപോലും അവിടുത്തെ മുൻപിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. നിരുപാധികം ക്ഷമിക്കുക. അബ്രഹാം നിരുപാധികം ക്ഷമിച്ചു. 15-ാമത്തെ വചനം കർത്താവ് പറഞ്ഞു, അബ്രഹാം, നീ കണ്ണുയർത്തി നോക്ക്, നീ ദേശം മുഴുവൻ നോക്കിക്കാണ്. നിനക്ക് എത്രമാത്രം നോക്കിക്കാണാൻ പറ്റും അത്രയും നോക്കിക്കാണ്. നീ നോക്കിക്കണ്ട ദേശം മുഴുവൻ ഞാൻ എന്നേക്കുമായി നിനക്കും നിന്റെ സന്താനങ്ങൾക്കുമായി തന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, ഈ ദേശത്തിൻ്റെ മുകളിലൂടെ നീ നെടുകയും കുറുകയും നടക്കുക. ഞാൻ എൻ്റെ ആധിപത്യം ഈ ദേശത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. പാറക്കെട്ടുകളും മുള്ളുകളും തരിശു നിലവുങ്ങളുമായിരുന്ന ആ ഭൂമി ഫലപുഷ്ടിയുള്ള മണ്ണായി മാറുകയാണ്. അബ്രഹാമിനും അവൻ്റെ തലമുറയ്ക്കും എന്നേക്കുമായിട്ടുള്ള അവകാശമായി ദൈവം അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ തിടുക്കത്തിൽ തട്ടിച്ചെടുത്ത സമ്പത്ത് ലോത്തിന് എന്തുണ്ടായി? അതെല്ലാം നശിച്ചുപോയി. അതെല്ലാം പുകയായിട്ട് മാറി. സോദോം ഗോമോറയുടെ അടുത്തായിരുന്നു ഈ സ്ഥലം മുഴുവൻ. ദൈവത്തിന് ജഡ്ജ്മെൻറ്റ് വന്ന് അതൊക്കെ നശിച്ചു പോവുകയാണ്. അവസാനം
തീരാ നഷ്ടമായി ലോത്തിന്റെ ജീവിതം മാറുകയാണ്. പ്രിയ സഹോദര സഹോദരി, വസ്തുതർക്കത്തിൻ്റെ പേരിൽ ഇനി വേദനിച്ചിരിക്കരുത്. കേസ് കൊടുത്തിട്ടുള്ളവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിനെ പ്രതി ദ്രോഹം ക്ഷമിച്ച് നിങ്ങൾ ആ കേസ് പിൻവലിക്കുക. ക്രിസ്തീയത എന്ന് പറയുന്നത് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതല്ല, അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ്. അബ്രഹാം തൻ്റെ അവകാശം വിട്ടുകൊടുത്തപ്പോൾ അവന് വേണ്ടത് ദൈവം തിരഞ്ഞെടുത്തു കൊടുത്തു. തിരഞ്ഞെടുപ്പിനുള്ള അവകാശം നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത് കർത്താവ് തരും. ആരും അസ്വസ്ഥരാകാതെ, പരിഭവിക്കാതെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാക്കുകളിലൂടെ ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അവരെ ഫോണിൽ വിളിക്കണം. സാധിക്കുന്നൊരു വീട്ടിൽ ചെന്ന് അവരോട് സോറി പറയണം. പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു വരും. നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മയുടെ തീപന്തങ്ങളാകും. നിങ്ങൾ അനുഭവിക്കുന്ന അനേകം പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സമ്പത്ത് അനുഗ്രഹം. പ്രിയ സഹോദര സഹോദരി, കർത്താവിനോട് എളിമപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാം. കർത്താവിനെ സമ്പത്തായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു വസ്തുതർക്കത്തിൽ വിശ്വാസിയുടെ നിലപാട്. ഈ ആരാധന ശുശ്രൂഷയിൽ ഇപ്രകാരം ഹൃദയം തകർന്ന് മനസ്സ് മടുത്ത് ജീവിക്കുന്ന അനേകരെ കർത്താവ് കാണുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, വസ്തുവകളുടെ പേരിൽ മാനസികമായി മുറിവേറ്റിരിക്കുന്ന ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം പെരുമഴയായി ഇറങ്ങി വരുന്ന സമയമാണ്. ഈ സമയം സൗഖ്യത്തിന്റെ മണിക്കൂറുകളാണ്. അനേകം ആയിരങ്ങളിലേക്ക് വചനം അയച്ച് ഈശോ അവരെ അനുഗ്രഹിക്കുന്നു. ഹൃദയം നുറുങ്ങി അധരം തുറന്ന് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. അവിടുത്തെ കൃപയുടെ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയം ഹൃദയം നുറുങ്ങി നിലവിളിച്ചു പ്രാർത്ഥിച്ചോ അനേകരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദുരിതങ്ങളിൽ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ